ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ള ഒരു കറിയാണ്, പൈനാപ്പിൾ പച്ചടി. മധുരമുള്ള ഒരു കറി എന്ന് പറയുമ്പോൾ മറ്റ് കറികളുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കറിയാണ് പൈനാപ്പിൾ പച്ചടി. നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. പൈനാപ്പിളാണ്. ഒരു പൈനാപ്പിളിൽ നിന്ന് പകുതി എടുത്തിട്ടുള്ളൂ. പകുതി നമ്മൾ അരിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു കോപ്പയോളമുണ്ട്. പിന്നെ തൈരാണ്, ഒരു 4-5 സ്പൂൺ തൈര് വേണം. പിന്നെയുള്ളത് അരമുറി തേങ്ങയുള്ളൂ, അത് മതിയാവും ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 വറ്റൽമുളക്, 2 കതിര് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, പഞ്ചസാര പൈനാപ്പിളിൻ്റെ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര എടുക്കണം. പൈനാപ്പിൾ നമ്മളിനി കുക്കറിനകത്തിട്ട് വേവിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്തോട്ട് പൈനാപ്പിളിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, അധികം വേണ്ട, 1/2 സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റവ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. 2-3 വിസിൽ അടിക്കേണ്ടി വരും, നല്ല വേവുണ്ടാവും പൈനാപ്പിളിന്. ഇതിനകത്തോട്ട് നമുക്കൊരു 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ കുക്കറിലാക്കി നമ്മൾ സ്റ്റൗവിൽ വെച്ചു. ഇനി അതിൻ്റെ അരപ്പ് നമുക്ക് ശരിയാക്കി എടുക്കാം. അതിന് അരമുറി തേങ്ങ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഇവിടെ അരിഞ്ഞു വെച്ചത് ഇടുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ്, അതൊരു 1/2 സ്പൂൺ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പച്ചമുളക് ഈ കൂട്ടത്തിൽ നമ്മൾ അരച്ചെടുക്കുക. പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തിട്ടിട്ട് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരയ്ക്കണം. അതുപോലെ അരച്ച് തീരാറാകുമ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് കടുകും കൂടെ ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടുന്ന രീതിയിൽ അരച്ചെടുക്കുക. നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം ഇങ്ങനെ നമുക്കൊന്ന് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു 4-5 സ്പൂൺ തൈര്, പുളി നോക്കിയിട്ട്, തൈരിന് പുളി കൂടുതലാണെങ്കിൽ കുറച്ച് ചേർക്കാവുള്ളൂ. പുളി നോക്കിയിട്ട് നമുക്ക് തൈരും കൂടെ ചേർത്ത് ഉപ്പ് മധുരമൊക്കെ കണക്കാണോ നോക്കണം. തൈര് ചേർത്ത് കൊടുക്കാം. 5 സ്പൂൺ തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും. കറിയിലേക്ക് വറുത്തിടാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, ചെറിയ പാൻ. ഇതിനകത്തൊട്ട് നമ്മൾ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെണ്ണ ഇച്ചിരി നന്നായിട്ട് കറിയുടെ മുകളിൽ കിടക്കണം. 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൊടുക്കാം. ചെറിയുള്ളി മൂത്ത് തന്നെ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെനുവാണ്. മറ്റ് കറികളുടെ കൂടെ മധുരമുള്ള ഒരു കറി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.